ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഗ്രേ പാരറ്റ്സിന് എന്ത് ഫുഡാണ് കൊടുക്കുന്നത് ആ ഒരു ഫുഡ് റുട്ടീനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ ബേർഡ്സ് ഒരു 6 ദിവസമായി കേട്ടോ ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട്. അപ്പോൾ ഈ കൂട് വെക്കണ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ബേർഡ്സിനെയൊക്കെ വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ശ്രമിക്കണേ. ഇതിലിപ്പോൾ ദേ എൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ഫീമെയിലാണ് കേട്ടോ. ഈ ഫീമെയിൽ പിന്നെയും നമ്മളായിട്ട് കുറച്ചും കൂടി ഒരു ഇണക്കം വന്നിട്ടുണ്ട്. പക്ഷെ മെയിൽ അങ്ങനെ ഞങ്ങളിവിടെ ഈ പരിസരത്തൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ വന്ന് താഴേന്ന് ഫുഡൊന്നും അങ്ങനെ കഴിക്കണില്ല കേട്ടോ. അതിനൊരു ചെറിയ ഇണക്കക്കുറവുണ്ടെന്നാണ് ഫീൽ ചെയ്തത് ഞങ്ങൾക്ക്. ഈ ഫീമെയിൽ വലിയ കുഴപ്പമില്ല. അത് മിക്കപ്പോഴും നമ്മുടെ അടുത്തേക്കൊക്കെ ഇങ്ങനെ എപ്പോഴും ഈ കൂടിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് ഞങ്ങളെ കാണുമ്പോൾ. മെയിൽ മിക്കപ്പോഴും ആ ചില്ലേമല തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങളിലേക്ക് പറയാവേ. ഇത് ക്യാരറ്റും മത്തങ്ങയും ആണേ. ഇതിങ്ങനെ നമ്മൾ ഈ ചോപ്പറിൽ വെച്ചിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഡയറക്റ്റ് ഇത് കൊടുക്കാറില്ല കേട്ടോ. ഒന്ന് ചെറുതായി ആവി കയറ്റിയിട്ട്, അതായത് നന്നായി വേവിക്കൊന്നുമില്ല, ഇങ്ങനൊരു പാൻ വെച്ചിട്ട് ഇതൊരു നെറ്റിൻ്റെ ഒരു ചെറിയ ബൗള് പോലത്തെ ഒരു പാത്രമാണ്. അതാ പാനിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതൊന്ന് നന്നായി അടച്ചു വെക്കും. അങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് നന്നായി ആവി വന്നിട്ട് 1 മിനിറ്റ് കൊണ്ട് ഓഫ് ചെയ്ത് വെക്കും. ചെറിയൊരു ചൂട് തട്ടിയതൊന്ന് വാടി കിട്ടിയാൽ മതി. അങ്ങനെ ആക്കിയിട്ടാണ് ബേർഡ്സിന് വെച്ച് കൊടുക്കാറ് കേട്ടോ. അധികവും ഉച്ചവരെ മാത്രമാണ് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ശേഷവും വെജിറ്റബിൾസ് എടുത്ത് മാറ്റും. എന്നിട്ട് ഏതെങ്കിലും സീഡായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. നിങ്ങൾ ഇടയിൽ കേൾക്കുന്ന സൗണ്ടൊക്കെ നമ്മുടെ ഈ ഗ്രേ പാരറ്റ്സിൻ്റെ സൗണ്ടാണ് കേട്ടോ. അവർ കുറേ നേരം സൈലൻ്റ് ആയിരിക്കും, ചില നേരത്ത് നന്നായി ഒച്ചയുണ്ടാക്കും. അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള നോയ്സ് തന്നെയാണ് കേട്ടോ. ഈ സൺഫ്ലവർ സീഡ് ഉച്ച കഴിഞ്ഞിട്ടാണ് അധികവും കൊടുക്കാറ്. ഉച്ചവരെയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് പിന്നെ ബേർഡ്സിന് നല്ലതല്ല ആ കൂട്ടിൽ വെച്ചിരിക്കുന്നത്. ഫംഗസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് അധികവും സൺഫ്ലവർ സീഡാണ് വെച്ച് കൊടുക്കുക. ബേർഡ്സിനെയൊക്കെ വളർത്തുന്നവർക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. സാധാരണ ഈ തേനയും സൺഫ്ലവർ സീഡൊക്കെ കോമൺ ആയിട്ട് കൊടുക്കുന്നതാണല്ലോ. ഇതിപ്പോൾ ആ വെജിറ്റബിൾസ്, നമ്മൾ ആവി കയറ്റിയിട്ടുള്ള വെജിറ്റബിൾസാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഈ കൂടിൻ്റെ അടിയിൽ ഇട്ടിട്ടുള്ള ഈ പേപ്പർ ഉണ്ടല്ലോ, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ആ പേപ്പർ ഈ ബേർഡ് നന്നായി കടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം മാത്രമേ പിന്നെ ഞങ്ങൾ അങ്ങനെ അത് വെച്ചുള്ളൂ. മുന്നേ ഇവിടെ നമ്മുടെ സെനഗൽ പാരറ്റ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇത്തിരിയും കൂടി കുഞ്ഞി കിളികളാണല്ലോ, അതുകൊണ്ട് അവറ്റങ്ങൾ അങ്ങനെ കടിച്ചെടുക്കുന്നുണ്ടായിരുന്നില്ല. ഈ ബേർഡ് ഇപ്പോൾ, അതായത് ഇതിൽ ഫീമെയിൽ എപ്പോഴും ഈ പേപ്പർ വന്ന് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. അതങ്ങനെ വായിലേക്ക് ഇടണമൊന്നുമില്ല, പക്ഷെ നന്നായി കടിക്കലായപ്പോൾ, അതായത് ഓൾമോസ്റ്റ് ഈ പേപ്പറിൻ്റെ ഒരു പകുതിയോളമൊക്കെ കടിച്ച് എടുക്കണ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ ആദ്യത്തെ 1 ദിവസം മാത്രമാണ് ഈ പേപ്പർ ഇട്ടുള്ളൂ. പിന്നെ ഇപ്പം അതെടുത്ത് മാറ്റി. ഇപ്പം ആ ട്രേ മാത്രം വെച്ച് കൊടുക്കണുള്ളൂ. പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറേയും കൂടി എളുപ്പമാണ്. ആ ഷീറ്റ് പേപ്പർ ഡയറക്റ്റ് മാറ്റിയാൽ മതിയല്ലോ. നമ്മുടെ ട്രേ ആണെങ്കിൽ എല്ലാ ദിവസവും അതെടുത്ത് കഴുകാനായിട്ട് നിൽക്കണം നമ്മൾ. ഇപ്പം കൊടുക്കാറില്ല, ആ ഷീറ്റ് എടുത്ത് മാറ്റി. ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ. ഒരു മുട്ട വെച്ചിട്ട്, ഒരു മുട്ട 2 ബേർഡ്സിനും കൂടിയിട്ട് ബോയിൽ ചെയ്തിട്ട് നമ്മൾ സാധാരണ വേവിക്കുമല്ലോ, അതുപോലെ തന്നെ വേവിച്ചിട്ട് കൊടുക്കും. അത് ആദ്യത്തെ ദിവസം ഞങ്ങൾ ഡയറക്റ്റ് കൊടുത്തു നോക്കി, അങ്ങനെ തന്നെ നമ്മൾ ചോപ്പ് ചെയ്യാണ്ട്. പക്ഷെ അപ്പോൾ അത് കുറേ താഴെ കളയണു. ഇപ്പം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും കുറേയൊക്കെ താഴെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പം എന്നിട്ട് ചോപ്പ് ചെയ്തിട്ട്, അതായത് ആ വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്യണ പോലെ തന്നെ ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം ഈ കാണിക്കുന്നതിൽ ഫുള്ളായിട്ട് മുട്ട കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ താഴെയൊക്കെ കുറേ വീണ് പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആ യെല്ലോ കളറുള്ള യോക്ക് പോർഷനും ഒക്കെ കുറേ താഴെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കണ പീസ് അത് ഫുള്ളായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. കയ്യിലെടുത്ത് പിടിച്ച് ശരിക്ക് കഴിക്കുന്നുണ്ട്. ഇത് കാണാൻ തന്നെ ഒരു കൗതുകമാണ്, ഈ വിറ്റങ്ങൾ ഇങ്ങനെ ഈ കയ്യിൽ പിടിച്ച് കഴിക്കണത് ശരിക്ക്. ഇതിപ്പോൾ പേരയ്ക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്.
അതായത് അത്യാവശ്യം പഴുത്ത പേരയ്ക്ക കിട്ടുകയാണെങ്കിൽ പച്ചയാണെങ്കിൽ ഇവർ കഴിച്ചോളും. ഇന്നിപ്പോൾ പഴുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വലിയ പേരയ്ക്കയാണ്. അപ്പോൾ അതിനെ 4 ആക്കിയിട്ട് അധികവും ഒരു രാവിലെ തന്നെ ഒരു 2 പീസ് ഇട്ട് കൊടുക്കും. പിന്നെ ഒരു ഉച്ചയോട് കൂടിയിട്ട് അടുത്ത 2 പീസ് ഇട്ട് കൊടുക്കും. അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഇവർ ഫുഡ് വേസ്റ്റാക്കി കളയും. ആവശ്യത്തിനുള്ളത് കഴിക്കണമില്ല. പിന്നെ കുറേ നേരം കിടന്ന് കഴിയുമ്പോൾ ആ ഫുഡ് അതിൽ ഫംഗസ് വരുമല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത് മാറ്റേണ്ടി വരും. അപ്പോൾ ഇത്ര ടൈം ഗ്യാപ്പിലായിട്ട് ഫുഡ് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ ശരിക്ക് ആ 4 ആക്കിയതിൽ 1 പീസ് ഒരു ബേർഡ് എടുത്ത് പിടിച്ചിട്ടുണ്ട്. അത് കഴിക്കുകയാണ്. മറ്റേതും കൂടി കഴിക്കുന്നുണ്ട്. ഷെയർ ചെയ്തിട്ട് കഴിക്കുകയാണ്. നമ്മൾ കൂടിൻ്റെ തൊട്ടടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവർ കറക്റ്റായിട്ട് ഇവരുടെ ആക്ഷനൊന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ക്യാമറയായിട്ട് ചെല്ലുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതാണ് ഈ ഫീമെയിൽ എൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഈ വന്നുകൊണ്ടിരിക്കണത്. മറ്റേ മെയിൽ കഴിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. മെയിൽ മിക്കപ്പോഴും കുറച്ച് ദൂരേക്ക് അങ്ങോട്ട് മാറി ഇരിക്കുള്ളൂ. നമ്മളൊക്കെ എപ്പോഴും നടക്കണ ഭാഗത്ത് അധികവും ഫീമെയിലാണ് വന്നിരിക്കുന്നത്. മെയിൽ അധികവും ആ ഒരു കോർണറിലേക്ക് ഇങ്ങനെ നീങ്ങിയിരിക്കുന്നതാണ് കാണുന്നത്. ഞങ്ങൾ ഹോളിൽ നിന്ന് നീങ്ങുമ്പോൾ അത് താഴേക്ക് വന്ന് ഇരിക്കും. മെയിലൊട്ടും ഇണക്കായിട്ടില്ല ഞങ്ങളായിട്ട്. പിന്നെ താഴെ ഇലകൾ, അതായത് ഇവിടെ ഇപ്പോൾ ചെത്തിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബദാമാണ്. ബദാം ഒരു 2 എണ്ണം ഒക്കെ വെച്ചിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ഇതൊക്കെ കിട്ടണതിനനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ബദാമായിട്ടൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വെജിറ്റബിൾസ് ചോപ്പ് ചെയ്ത് കൊടുക്കും രാവിലെ. ഇപ്പോൾ ഫ്രൂട്ട്സോ ബദാമോ ഒക്കെ നന്നായിട്ടുള്ള ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്ത് കൊടുക്കാറില്ല. ഇതൊക്കെ ആയിരിക്കും ഇട്ട് കൊടുക്കുന്നുണ്ടാവുക. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് അധികവും ഈ സീഡ് മിക്സ് സീഡ് മിക്സ് അല്ല, സൺഫ്ലവർ സീഡ് തന്നെയായിരിക്കും അധികവും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഗ്രേ പാരറ്റ്സിൻ്റെ ഫുഡ് റൂട്ടീൻ. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ. മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.